ഒരു വശത്ത് നവോത്ഥാന നായകർ, സ്ത്രീ സുരക്ഷയുടെ കാവൽക്കാർ എന്നെല്ലാം സ്വയം പ്രഖ്യാപിക്കുന്ന ഒരു സർക്കാർ, മറുവശത്ത് ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങളും ലഹരി മരുന്ന് കേസുകളും വന്യജീവി വേട്ട കേസുകളും സ്വന്തം പേരിൽ ചാർത്തപ്പെട്ട ഒരു യുവ റാപ്പർ. കേരളം എന്ന ഞെട്ടലോടെ കേൾക്കുന്ന ആ ഒരു വാർത്ത അണിയറയിൽ സത്യമാവുകയാണ്. തൃശൂരിലെ ചുവപ്പുകോട്ട കാക്കാൻ വരാനിരിക്കുന്ന നിയമസഭാ യുദ്ധത്തിൽ CPM രംഗത്തിറക്കുന്നത് വേടൻ എന്ന ഹിരൺദാസ് മുരളിയെയാണോ? അറിവുള്ള കരം അധികാരപ്പേനി എടുക്കട്ടെ എന്ന് പാടുമ്പോൾ ആ കരങ്ങളിൽ പുരണ്ടിരിക്കുന്നത് കഞ്ചാവിന്റെയും പീഡന ആരോപണങ്ങളുടെയും കറയാണോ എന്ന് പാർട്ടി സെക്രട്ടറി പരിശോധിച്ചു. ഇതൊരു സാധാരണ രാഷ്ട്രീയ വാർത്തയല്ല, ഇത് ഇരട്ടത്താപ്പിന്റെ കഥയാണ്. ഇത് അധികാരത്തിന് വേണ്ടി ആദർശങ്ങളെ പണയപ്പെടുത്തുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ അധപ്പതനമാണ്. വേടൻ എന്ന വിവാദ നായകനെ CPM എന്തിനാണ് ഇത്രയധികം താലോലിക്കുന്നത്? പിണറായി വിജയന്റെ നവകേരളത്തിൽ ക്രിമിനലുകൾക്കാണോ വിപ്ലവ നായക പരിവേഷം? ഇന്ത്യയെ പോലെ ഒരു വലിയ ജനാധിപത്യ രാജ്യത്തിന് കേരളം നൽകുന്ന സന്ദേശം ഇതാണോ? കാണാം കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന ഈ മഹാവിവാദത്തിന്റെ കാണാപ്പുറങ്ങൾ. കേരള രാഷ്ട്രീയം എപ്പോഴും അത്ഭുതങ്ങളുടെ കലവറയാണ്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അത്ഭുതത്തെക്കാൾ ഉപരി ആരെയും ഭയപ്പെടുത്തുന്നതാണ്. തൃശൂർ ജില്ലയിലെ ഒരു സുപ്രധാന മണ്ഡലത്തിൽ CPM സ്ഥാനാർത്ഥിയായി റാപ്പർ വേടൻ എത്തുന്നു എന്ന സൂചനകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ പ്രകമ്പനം സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ പിന്നിലെ ചേതോവികാരം? വെറുമൊരു ഗായകൻ എന്നതിലുപരി വേടൻ എന്ന CPMന്റെ അനൗദ്യോഗിക വക്താവായി മാറിയിരിക്കുന്നു. ഭരണ തുടർച്ച ലക്ഷ്യമിട്ട് LDF പുറത്തിറക്കിയ ഔദ്യോഗിക പ്രചാരണ ഗാനം ആലപിച്ചിരിക്കുന്നത് വേടനാണ്. ഒന്നായി തുടരാം നവകേരളത്തിലേക്ക് എന്ന ടാഗ്ലൈനോടെ പുറത്തിറങ്ങിയ റാപ്പ് ഗാനം സോഷ്യൽ മീഡിയയിൽ തരംഗമാകുമ്പോൾ CPM ലക്ഷ്യം വെക്കുന്നത് പുതുതലമുറയുടെ വോട്ടുകളാണ്. പക്ഷെ ഇവിടെയാണ് ചോദ്യം ഉയരുന്നത്. ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമ്പോൾ പാർട്ടി നോക്കേണ്ടത് അയാളുടെ പാടാനുള്ള കഴിവാണോ, ആടാനുള്ള കഴിവാണോ, അതോ അയാളുടെ സ്വഭാവ ശുദ്ധിയാണോ? ദലിത് പിന്നോക്ക രാഷ്ട്രീയത്തിന്റെ വക്താവായി വേടനെ അവതരിപ്പിക്കുമ്പോൾ ഇതേ വിഭാഗത്തിൽപ്പെട്ട എത്രയോ വിദ്യാസമ്പന്നരും യോഗ്യരുമായ യുവാക്കൾ CPMന്റെ അണിയറയിലുണ്ട്. അവരെയൊക്കെ വെട്ടിനിരത്തിക്കൊണ്ട് വിവാദങ്ങളുടെ തോഴനായ വേടനെ എന്തിനായിരിക്കും പാർട്ടി താങ്ങുന്നത്? വേടൻ എന്ന ഹിരൺദാസ് മുരളിയുടെ രാഷ്ട്രീയ പ്രവേശനം ചർച്ചയാകുമ്പോൾ അദ്ദേഹത്തിന്റെ ഭൂതകാലത്തെക്കുറിച്ച് മിണ്ടാതിരിക്കാൻ എനിക്ക് കഴിയില്ല. നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. കൊച്ചിയിലെ ഒരു ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവുമായി വേടനെ പോലീസ് പിടികൂടുന്നു. ഒരു യുവതലമുറയെ മുഴുവൻ വഴിതെറ്റിക്കുന്ന ലഹരി മാഫിയയുമായി ബന്ധമുണ്ടെന്ന ആരോപണം ഉയരുന്നു. സാധാരണക്കാരനായ ഒരു യുവാവാണ് ഇത്തരമൊരു കേസിൽ പെട്ടതെങ്കിൽ CPM എന്ത് നിലപാടെടുക്കും? എന്നാൽ വേടന്റെ കാര്യത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് അയാൾക്ക് തെറ്റുപറ്റി എന്ന് സമ്മതിച്ചില്ലേ തിരുത്താൻ അവസരം നൽകണമെന്നാണ്. ലഹരിക്കെതിരെ പോരാടാൻ നോ ടു ഡ്രഗ്സ് ക്യാമ്പയിൻ നടത്തുന്ന ഒരു പാർട്ടിയുടെ സെക്രട്ടറിയാണ് ഇത് പറയുന്നത് എന്ന് ഓർക്കണം. ഇത് ഇരട്ടത്താപ്പല്ലെങ്കിൽ പിന്നെ എന്താണ്? വന്യജീവി സംരക്ഷണ നിയമം കാറ്റിൽ പറത്തി പുലിപ്പല്ല് കൈവശം വെച്ചതിന് വനം വകുപ്പ് വേടനെ അറസ്റ്റ് ചെയ്യുന്നു. നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന് പറയുന്ന പിണറായി സർക്കാർ ഇവിടെ വേടന് വേണ്ടി മൃദു സമീപനമാണ് സ്വീകരിച്ചത്. LDF കൺവീനർ തന്നെ വനം വകുപ്പിന്റെ നടപടിയെ തള്ളിപ്പറഞ്ഞു. ഒരു നിയമലംഘകനെ സംരക്ഷിക്കാനായി സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമാണോ? ഏറ്റവും ക്രൂരമായ വിഷയം ഇതാണ്. ഒന്നിലധികം സ്ത്രീകൾ വേടനെതിരെ ലൈംഗിക അതിക്രമ ആരോപണങ്ങളുമായി രംഗത്ത് വന്നു. പെണ്ണുങ്ങൾ സുരക്ഷിതരായ കേരളം എന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന CPM സൈബർ പോരാളികളൊക്കെ അന്ന് എവിടെയായിരുന്നു? ഈ പീഡനാരോപണങ്ങൾ നിലനിൽക്കുമ്പോഴാണ് സർക്കാർ വേദികളിലെല്ലാം വേടന് VIP പരിഗണന നൽകുന്നത്. സർക്കാരിന്റെ പരിപാടികളിൽ വരെ ഇവൻ തലയുയർത്തിപ്പിടിച്ചു നിൽക്കുകയാണ്. ലൈംഗിക ആരോപിതനായ ഒരാളെ മാതൃകാ പുരുഷനായി ചിത്രീകരിക്കുന്നതിലൂടെ CPM കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ അപമാനിക്കുകയല്ലേ ചെയ്യുന്നത്? കണ്ണൂരിൽ നടന്ന സർക്കാർ പരിപാടിയായ ഹാപ്പിനെസ് ഫെസ്റ്റിവലിൽ വെച്ച് MV ഗോവിന്ദൻ വേടനെ പൊന്നാടെ അണിയിച്ച് സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടു. ഇത് കേവലം ഒരു കലാകാരനുള്ള ആദരവായിരുന്നില്ല, മറിച്ച് ഒരു രാഷ്ട്രീയ ദത്തുപുത്രനെ സ്വീകരിക്കുന്ന ചടങ്ങായിരുന്നു. വേടന്റെ വിവാഹ വാർത്ത ലോകത്തോട് അനൗൺസ് ചെയ്തതും സാക്ഷാൽ MV ഗോവിന്ദൻ തന്നെ. പിന്നെ സംസ്ഥാന അവാർഡ് വേറെയും. ഓർക്കണം, പീഡനവീരനാണ് ഈ അവാർഡ്. 2026 ഫെബ്രുവരി 24-നായിരുന്നു എഴുത്തുകാരി നവമി ലതയുമായി വേടന്റെ വിവാഹം. ഭരണഘടനയെ സാക്ഷിയാക്കി നടന്ന ലളിതമായ വിവാഹത്തിന് പിന്നിൽ പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു. വിവാഹം എന്നത് വ്യക്തിപരമായ കാര്യമാണെങ്കിലും അത് രാഷ്ട്രീയവൽക്കരിക്കപ്പെടുമ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും. ആരോപണ വിധേയനായ ഒരാൾക്ക് രാഷ്ട്രീയമായ ക്ലീൻ ചിറ്റ് നൽകാനാണോ ഈ വിവാഹത്തിലൂടെ പാർട്ടി ശ്രമിച്ചത്? ഇന്ത്യൻ ജനാധിപത്യത്തിൽ കേരളം എപ്പോഴും ഒരു വെളിച്ചമാണ്. ഇങ്ങനെയാണ് ഇടതുപക്ഷം അവകാശപ്പെടാറുള്ളത്, ഞാനല്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ക്രിമിനൽ രാഷ്ട്രീയത്തെയും ഗുണ്ടാ വിളയാട്ടത്തെയും അവിടുത്തെ അവസ്ഥയെയും എല്ലാം പരിഹസിക്കുന്ന CPM നേതാക്കൾ പൊട്ടക്കിണറ്റിലെ തവളയായതുകൊണ്ടാണ്. അവിടെ ചെന്ന് നോക്കൂ, അവിടം സ്വർഗമാണ്, ഇത് നരകവും. സ്വന്തം നാട്ടിലെ ഈ വിപ്ലവ വേഷധാരികളെ കാണുന്നില്ലേ?
ഇന്ത്യയിലെ യുവജനങ്ങളെ ആകർഷിക്കാൻ പാട്ടുകാരെയും സിനിമാക്കാരെയും ഉപയോഗിക്കുന്ന തന്ത്രം പുതിയതല്ല. പക്ഷേ അവർ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാകുമ്പോൾ അത് രാജ്യത്തിന് തന്നെ അപമാനമാണ്. മുകേഷിന്റെ വിഷയത്തിലും ഇത് തന്നെയാണ് നമ്മൾ കണ്ടത്. ഇപ്പൊ വേടൻ ഉയർത്തുന്ന ദലിത് രാഷ്ട്രീയം യഥാർത്ഥത്തിൽ ദലിത് ജനവിഭാഗങ്ങളെ സഹായിക്കാനാണോ അതോ അവരുടെ വികാരം ചൂഷണം ചെയ്ത് വോട്ട് തട്ടാനാണോ? ദലിത് സമൂഹത്തിലെ പ്രതിഭകളായ എത്രയോ യുവാക്കൾക്ക് അവസരം നൽകാതെ വിവാദങ്ങളിൽ മുങ്ങിക്കുളിച്ച ഒരാളെ തലയിൽ ചുമക്കുന്നത് ആരെ ബോധിപ്പിക്കാനാണ്? രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയം വന്നപ്പോ ഇങ്ങനെയൊന്നുമല്ലല്ലോ നിങ്ങളുടെ പ്രതികരണം നമ്മൾ കണ്ടത്. പിണറായി വിജയന്റെ രണ്ടാം പിണറായി സർക്കാരിന് ഭരണ തുടർച്ച ലഭിക്കാൻ വേടന്റെ റാപ്പ് പാട്ടുകൾ അനിവാര്യമാണോ? മൂന്നാം പിണറായി സർക്കാരിന് വേണ്ടി വേടന്റെ റാപ്പ്. 2021 സിതാര കൃഷ്ണകുമാറിന്റെ പാട്ടുകൾ കേട്ടാണ് കേരളം വോട്ട് ചെയ്തതെങ്കിൽ ഇന്ന് വേടന്റെ അക്രമാസക്തമായ സംഗീതത്തിലേക്കാണ് പാർട്ടി ചേക്കേറുന്നത്. സമാധാനവും പുരോഗതിയും പറയുന്ന ഒരു പ്രസ്ഥാനം അരാജകത്വത്തിന്റെ പ്രതീകമായി വേടനെ സ്വീകരിക്കുമ്പോൾ സംഭവിക്കുന്നത് വലിയൊരു സാംസ്കാരിക വീഴ്ചയാണ്. തൃശൂർ പെരിങ്ങണ്ടൂർ സ്വദേശിയായ വേടൻ മത്സരിക്കാൻ ഇറങ്ങിയാൽ അത് തൃശൂരിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റും. ഇത് സൈബർ സഖാക്കൾ അവകാശപ്പെടുകയാണ്. പക്ഷെ ആ മാറ്റം നല്ലതിനായിരിക്കുമോ? ഒരു ക്രിമിനൽ കേസ് പ്രതിയെ നിയമസഭയിൽ എത്തിച്ചാൽ അത് നാളെ കേരളത്തിലെ എല്ലാ ക്രിമിനലുകൾക്കും രാഷ്ട്രീയത്തിൽ കയറാനുള്ള ലൈസൻസായി മാറില്ലേ? അല്ലെങ്കിലേ ഗുണ്ടകളാണ് നിയമസഭയിൽ വിളയാടുന്നത്. ഇപ്പോൾ അടുത്ത ഗുണ്ട. എന്നാലും ഈ വീഡിയോ കാണുന്ന യുവാക്കളോടൊരു ചോദ്യം. കഷ്ടപ്പെട്ട് പഠിച്ച് PSC പരീക്ഷ എഴുതി ജോലിക്ക് കാത്തു നിൽക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെയുണ്ട്. അവർക്കൊന്നും കിട്ടാത്ത പരിഗണനയും സംരക്ഷണവുമാണ് ലഹരി മരുന്ന് കേസിലും പീഡന കേസിലും പെട്ട ഒരാൾക്ക് കിട്ടുന്നത്. കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? വിപ്ലവം എന്നത് പാട്ടിൽ മാത്രം പോരാ, ജീവിതത്തിലും വേണം. വേടന്റെ പാട്ടുകളിലെ വരികൾ വളരെ ഗൗരവമുള്ളതാണ്. അറിവുള്ള കാര്യം അധികാരപ്പേനി എടുക്കട്ടെ എന്ന് അദ്ദേഹം പാടുന്നു. പക്ഷേ ആ അറിവ് ലഹരി വിൽക്കാനോ സ്ത്രീകളെ പീഡിപ്പിക്കാനുള്ള അറിവാകരുത്. ക്രിമിനലുകളെ വെള്ളപൂശാൻ ഒരുക്കുന്ന ഈ വിപ്ലവ നാടകങ്ങൾ തിരിച്ചറിയാനായി മലയാളികൾക്ക് കഴിയും. വേടൻ സ്ഥാനാർത്ഥിയാകുമോ ഇല്ലയോ എന്നത് വരും ദിവസങ്ങളിൽ അറിയാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, CPM എന്ന പ്രസ്ഥാനം ഇന്ന് വലിയൊരു ധാർമ്മിക പ്രതിസന്ധിയിലാണ്. അധികാരത്തിന് വേണ്ടി ആരെയും കൂട്ടുപിടിക്കുന്ന, ഏത് കഴുതക്കാലം പിടിക്കുന്ന, എന്ത് വിട്ടുവീഴ്ചയും ചെയ്യുന്ന ഒരു കൂട്ടമായി അവർ മാറിയിരിക്കുന്നു. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ തന്നെ വേടനെ പോലെയുള്ളവരെ വേദിയിൽ ഇരുത്തുന്നത് വഞ്ചനയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കേരളം നൽകുന്ന സന്ദേശം ഇതൊരിക്കലും ആകരുത്. ക്രിമിനലുകൾക്ക് രാഷ്ട്രീയ പരിരക്ഷ നൽകുന്ന ഈ പ്രവണതയ്ക്കെതിരെ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. തൃശൂരിലെ മണ്ണിൽ നിന്നും ഉയരുന്ന ഈ റാപ്പ് വിപ്ലവം യഥാർത്ഥത്തിൽ കേരളത്തിന്റെ സാംസ്കാരിക തകർച്ചയുടെ ശബ്ദമാണ്. എന്നാലും നിങ്ങൾ എന്താണ് കരുതുന്നത്? ലൈംഗികാരോപണങ്ങളും ലഹരി കേസുകളും നേരിടുന്ന വേടനെ CPM സ്ഥാനാർത്ഥിയാക്കുന്നത് ശരിയായി തോന്നുന്നുണ്ടോ? പിണറായി വിജയനും MP ഗോവിന്ദനും കാണിക്കുന്നത് രാഷ്ട്രീയ തന്ത്രമാണോ അതോ ഗതികേടാണോ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.